കൊടകര ടൗണിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങളുടെ ഭാഗമായി ബസ് സ്റ്റോപ്പ് മാറ്റാനുള്ള തീരുമാനം തികച്ചും ജനദ്രോഹപരമാണെന്ന് LDF. ഇത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ തീരുമാനമാണെന്നും ഇതിന് പിന്നിൽ വ്യക്തമായ അജണ്ടകളുണ്ടെന്നും ഈ തീരുമാനത്തെ ശക്തമായി എതിർക്കുകയും ചെയ്തു. 2 മാസം മുമ്പ് ചേർന്ന ട്രാഫിക് കമ്മിറ്റിയിലാണ് ബസ് സ്റ്റോപ്പ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തതെന്ന രീതിയിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങൾ തികച്ചും വ്യാജമാണെന്ന് LDF പാർലമെന്ററി പാർട്ടി നേതാവ് CM ബബീഷ് വ്യക്തമാക്കി. ട്രാഫിക് കമ്മിറ്റി വീണ്ടും കൃത്യമായി യോഗം ചേരുകയും വിഷയത്തെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തുകയും ചെയ്തതിനു ശേഷം മാത്രമേ ടൗണിൽ യാതൊരുവിധ ട്രാഫിക് പരിഷ്കാരങ്ങളും നടപ്പിലാക്കാൻ പാടുള്ളൂവെന്നും CM ബബീഷ് ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത്തരം ഏകപക്ഷീയമായ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോയാൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും LDF നേതൃത്വം മുന്നറിയിപ്പ് നൽകി. പഞ്ചായത്ത് കമ്മിറ്റി അജണ്ടയിൽ കൊടകര വെള്ളിക്കുളങ്ങര ബസ് സ്റ്റോപ്പ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട വെക്കുകയുണ്ടായി. കഴിഞ്ഞ 2 മാസം മുമ്പ് ട്രാഫിക് കമ്മിറ്റി ചേർന്ന് എടുത്ത തീരുമാനം എന്ന രീതിയിലാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കമ്മിറ്റിക്കകത്ത് അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ 2 മാസം മുമ്പ് ചേർന്ന ട്രാഫിക് കമ്മിറ്റിക്കകത്ത് അത്തരമൊരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. തെറ്റായ വിവരമാണ് പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് അവതരിപ്പിക്കപ്പെട്ടത്. ട്രാഫിക് കമ്മിറ്റിക്കകത്ത് നടന്നൊരു ചർച്ചയെ അതിനെ പഞ്ചായത്ത് ട്രാഫിക് കമ്മിറ്റിയുടെ തീരുമാനമാക്കി എഴുതി ചേർക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. തെറ്റായ തീരുമാനം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഒരു വീഡിയോ ഇറക്കിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുക സാഹചര്യം ഉണ്ടായിരുന്നു. കൊടകരയിലെ ഈ ബസ് സ്റ്റാൻഡ്, വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പ് അതിൻ്റെ സ്ഥാനം മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയുകയുണ്ടായി. മാധ്യമങ്ങളിലും വാട്സപ്പ് നവമാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ പ്രചരണമുണ്ടായ സംഭവമായിരുന്നു. നോക്കൂ, ഈ അത്തരമൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കൊടകരയിലെ യാത്രക്കാർക്ക്, ബസ് യാത്രക്കാർക്ക് വലിയ അതിൻ്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ബസ് ഇറങ്ങി വരുന്ന യാത്രക്കാർക്ക് അങ്ങാടിയിലേക്കും മറ്റു സേവനങ്ങൾക്കും പോകേണ്ടി വരിക. ഇപ്പോൾ വെള്ളിക്കുളങ്ങര ഭാഗത്തു നിന്ന് വരുന്ന യാത്രക്കാർക്ക് ബസ് സ്റ്റോപ്പിൻ്റെ അകലം കൂട്ടുന്നതിൻ്റെ ഭാഗമായി ശാന്തി ആശുപത്രിയിലേക്കും ചാലക്കുടിയിലേക്കും പോകുമ്പോൾ കൂടുതൽ ദൂരം നടക്കേണ്ട സാഹചര്യം വരികയാണ്. ഇതിനെതിരായിക്കൊണ്ട് വലിയ പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്തുനിന്ന്, പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബസ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും, ബസ് ഉടമകളുടെ ഭാഗത്തുനിന്നും, കച്ചവടക്കാരുടെ ഭാഗത്തുനിന്നും, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും എല്ലാം വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം കണക്കെടുത്തുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ CPIM-ൻ്റെ അംഗങ്ങൾ ഇവിടെ ഈ ഭരണസമിതി യോഗത്തിനകത്ത് ഈ തീരുമാനത്തിനെ ശക്തമായി എതിർക്കപ്പെടുകയുണ്ടായി. പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് അവതരിപ്പിക്കപ്പെട്ട ഈ അജണ്ടയെ CPIM-ൻ്റെ അംഗങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ട്രാഫിക് കമ്മിറ്റി ചേർന്ന് ശാസ്ത്രീയമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഈ തീരുമാനം എടുക്കാൻ വേണ്ടി പാടുകയുള്ളൂ. നോക്കൂ, നിലവിൽ കൊടകര ഗ്രാമപഞ്ചായത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ള ബസ് സ്റ്റാൻഡിനെ ഉപയോഗപ്പെടുത്തണം. അതാണ് അവിടെ ശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണം കൊണ്ടുവരണം. ബസ് സ്റ്റാൻഡിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ കൊടകരയിലെ യാത്ര അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്കുകൾ പരിഹരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. നിലവിൽ അശാസ്ത്രീയമായി മറ്റെന്തോ പ്രേരണയുടെ ഭാഗമായി എടുക്കപ്പെട്ട ഈ തീരുമാനത്തെ ശക്തമായി ഞങ്ങൾ എതിർക്കുന്നു. ആ എതിർപ്പിൻ്റെ ഭാഗമായി ഇന്ന് പ്രസിഡന്റ് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ ട്രാഫിക് പരിഷ്കാരം മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് LDF അംഗങ്ങളുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഈ ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് LDF അംഗങ്ങൾ ശക്തമായി എതിർക്കപ്പെടുകയുണ്ടായി. അത് കൊടകരയിലെ മാലിന്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടകരയിലെ ഡ്രെയിനേജ് ക്ലീനാക്കുന്നു. മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത്. അതിന് ഞങ്ങൾ യാതൊരു തരത്തിലും എതിർക്കുന്നില്ല. മാലിന്യം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാലിന്യങ്ങൾ കോരേണ്ടത് എല്ലാ വർഷവും നടന്നു പോരുന്ന പ്രവർത്തനമാണ്. ഈ അടുത്ത ദിവസം പ്രസിഡന്റ് തന്നെ പറയുണ്ടായി, ഇത് 20 വർഷത്തിന് ശേഷം നടന്നതാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന വർത്തമാനമാണ് ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത്. വർഷങ്ങളിൽ ഈ നമ്മുടെ ഈ ഡ്രെയിനേജ് സിസ്റ്റം തന്നെ വന്നിട്ട് ഏതാണ്ട് 10-12 വർഷം ആകുന്നുള്ളൂ. തെറ്റിദ്ധരിപ്പിക്കുന്ന വർത്തമാനമാണ് പറയുന്നത്. പിന്നീട് PR പ്രസാദ് ഭരണസമിതിയിലുണ്ടായിരുന്ന സമയത്തും അമ്പിളി സോമൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിലും വിവിധ ഘട്ടങ്ങളിൽ നഗരത്തിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. കൊടകര ഗ്രാമപഞ്ചായത്തിന് ജില്ലയിലെ തന്നെ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്പർ 1 എന്ന സ്ഥാനം കിട്ടിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തും കൂടിയാണ്. അപ്പോൾ ആ രംഗത്ത് നടന്നു വരുന്നു. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി ശുചീകരണത്തിൻ്റെ ഭാഗമായി ഇവിടുത്തെ കാനകളിലെ വേസ്റ്റ് കോരുന്ന പ്രവർത്തനം നടക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പല വ്യാപാരികളുടെ കയ്യിൽ നിന്നും വ്യാപാരികൾ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെ ഞങ്ങൾ എതിർക്കുന്നു കൃത്യമായി. വ്യാപാരികൾ അഴുക്കുവെള്ളം, മാലിന്യം ഇത്തരത്തിലുള്ള ഓടയിലേക്ക് ഒഴുക്കുന്നുണ്ട്. അത് കൃത്യമായി തടയപ്പെടേണ്ടതാണ്, നടപടി സ്വീകരിക്കപ്പെടേണ്ടതാണ്. എന്നാൽ അത്തരം വ്യാപാരികളെ അവരുടെ ഉപജീവനത്തെ തന്നെ തടസ്സപ്പെടുത്തുന്ന നിലപാട് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട്. വലിയ ഫൈൻ ഈടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. വലിയ ഫൈൻ, ഈ വ്യാപാരികളുടെ ഉപജീവനത്തെ തകർക്കുന്ന രീതിയിലുള്ള വലിയ ഫൈൻ ഈടാക്കുന്നതിന് ഞങ്ങൾ എതിർക്കുകയാണ്. അതിൻ്റെ ഭാഗമായി
ഇതിനെ മാതൃകാപരമായ ശിക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് ഇനി ആവർത്തിക്കാത്ത രീതിയിൽ മാതൃകാപരമായ ശിക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാകണം. ഇത് വ്യാപാരികളുടെയും അവരുടെ സാധാരണക്കാരൻ്റെയും ദൈനംദിന ജീവിതത്തെ ബാധിക്കാത്ത രീതിയിലുള്ള നടപടിയാക്കി മാറ്റണം എന്ന് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ LDFൻ്റെ അംഗങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി പൊതുജനങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് ബസ് സ്റ്റോപ്പ് മാറ്റുന്നതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകും. ട്രാഫിക് കമ്മിറ്റിയുടെ ഇല്ലാത്ത തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുക്കാൻ വന്നാൽ പഞ്ചായത്ത് കമ്മിറ്റി അറിയാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം LDF ഇതിൻ്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തുകയാണ്.